ഹലോ, ക്രിയേറ്റീവ് ലൈഫ് സ്കില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇൻസുലേറ്റർ ആണ്. അപ്പോൾ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ലെങ്കിലും നമുക്കതൊന്ന് കണ്ടു പരിചയപ്പെടാം. ഈ വേസ്റ്റൊക്കെ കത്തിച്ച് കളയുന്ന ഒരു ATM കൗണ്ടർ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഇൻസുലേറ്റർ. അപ്പോൾ അതിനകത്ത് നമ്മുടെ അടുക്കള വേസ്റ്റ്, അതുപോലെ തന്നെ എല്ലാ തരം വേസ്റ്റുകളും നമുക്ക് അത് കത്തിച്ച് കളയാവുന്നതാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക രീതിയിലാണ് അത് നമ്മൾ വേസ്റ്റിനകത്ത് ഇടുന്നതും അതുപോലെ തന്നെ കത്തിച്ച് എല്ലാം കളയുന്നതും. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ അതുപോലെ ഹോട്ടൽ, അങ്ങനെ നമ്മൾ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് എന്തായാലും വേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നിർമ്മാണ രീതിയും അത് നിർമ്മിച്ചേക്കുന്നതും അതും എല്ലാം നമ്മളൊന്നുകൂടെ കാണിച്ചു തരും. അതുപോലെ തന്നെ അതിൻ്റെ നിർമ്മാണ ചെലവും ഒക്കെ പറയുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അതുപോലെ നമ്മുടെ വീടുകളിൽ അതുപോലെ നിർമ്മിക്കണമെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആവശ്യക്കാർക്ക് അതുമായി ബന്ധപ്പെട്ടാൽ ആ ഒരു സംഭവം നിങ്ങളുടെ വീട്ടിലെത്തി അത് നിർമ്മിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇൻസുലേറ്റർ. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇതിൻ്റെ മെറ്റീരിയൽ മുഴുവനും സിമെൻറ്റും ഫയർ ക്ലേയുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചൂടുകട്ടയും ഫയർ ക്ലേയും കാർസ്റ്റേൻ്റെ നെറ്റ്, അതായത് ഇത് നമ്മുടെ പച്ച സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഇടുക. അത് ഒരു തട്ട്. അതിനുശേഷം ഇതിനടിയിലത്തെ വശത്ത് ഉണങ്ങിയതിടുക. ഉണങ്ങിയ വേസ്റ്റുകളെല്ലാം ഇട്ടേച്ച് ഏറ്റവും അടിയിൽ നമ്മൾ പിന്നെ വിറക് എന്തെങ്കിലും ഇട്ട് കത്തിച്ച് കഴിയുമ്പം ഉണങ്ങിയത് കത്തും. ഉണങ്ങിയത് കത്തുന്ന ആ ചൂട് കൊണ്ട് ഈ മേളിൽ കിടക്കുന്ന നനഞ്ഞതും കത്തിക്കേറി പോകും. അതാണ് ഇത്. അപ്പോൾ എല്ലാ വേസ്റ്റും ഇടാം, നമ്മുടെ വീട്ടിലുള്ള അടുക്കള വേസ്റ്റും അങ്ങനെ അല്ലേ? നമ്മുടെ ഭക്ഷണത്തിന്റെ വേസ്റ്റും അടുക്കളയുള്ളതും അല്ലാത്തതും എല്ലാമായ വേസ്റ്റ് ഇട്ട് കത്തിക്കാം. കത്തിച്ചതിന് ശേഷം ഇത് അടച്ചു വെക്കുക. ഇത് രണ്ടും ഏത് സമയവും ഓപ്പൺ ആയിട്ട് കിടക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രവർത്തനം. അപ്പോൾ ഇതിൻ്റെ ഒരു നിർമ്മാണ ചെലവും കൂടെ ഒന്ന് പറഞ്ഞേ. ഇത് ഈ രീതി ഇത്രയും വരെ വരുമ്പോഴത്തേന് 36,000 രൂപയോളം. ഈ കാസ്റ്ററിന്റെ നെറ്റും ഇതിന്റെ മെറ്റീരിയലുകളും എല്ലാം കൂടെ വരും. ഇത് മറ്റൊരു മോഡലിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇച്ചിരി പഴക്കം ചെന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചിലവ് കണക്കാക്കുന്നത് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ്. അപ്പോൾ വലിപ്പം കൂടുതലനുസരിച്ചാണ് റേറ്റ് കൂടി വരുന്നത്. പിന്നെ ഇത് കുറച്ച് ഓൾഡ് ആയതുകൊണ്ടാണ് അതിൻ്റെ പോക്കോളിൽ താഴെ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ സൈഡിൽ ആ കമ്പിയൊക്കെ ഇട്ട് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട പുറംഭാഗമൊക്കെ ഇഷ്ടികയും കൊണ്ടാണ്, തേച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന്, അതുപോലെ നമ്മളൊരു വീട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വേസ്റ്റ് കത്തിക്കുന്ന ഒരു വേസ്റ്റ് ബേർണറിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണ രീതി എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. വീടുകളിലായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് അത്രയും വലിപ്പത്തിൽ വീട്ടിലെ വേസ്റ്റ് കത്തിക്കാൻ നമുക്ക് വലിയ വലിപ്പത്തിൽ നിർമ്മിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വീട്ടിലേതൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ വലിപ്പം കുറച്ച് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഇഷ്ടിക ഉപയോഗിച്ചാണ്, അതുപോലെ സിമെൻറ്റ് ഇഷ്ടിക തന്നെയാണ്. സിമെൻറ്റ് ഇഷ്ടിക ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ റൗണ്ട് എടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഈ റിങ് വെച്ചാണ് ഇത് സെറ്റ് ചെയ്ത് വാർത്തെടുക്കുന്നത്. അപ്പോൾ ഇത് ക്ലേ ആണ്. ക്ലേയും സിമെൻറ്റും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് അത് കുഴച്ചെടുത്ത് അതിൽ തേക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂടൊക്കെ കത്തിക്കാനൊക്കെ ആയതുകൊണ്ട് ക്ലേ ആണ് ഏറ്റവും നല്ലത്. അല്ല സിമെൻറ്റ് തന്നെ വെച്ചത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ നല്ല ക്ലേ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ റിങ്ങിന് മുകളിലേക്ക് നമ്മൾ കമ്പി ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുവാണ്. കാരണം നമുക്ക് അടി തീ കത്തിക്കുമ്പോൾ മുകളിലേക്ക് കത്തി കയറണമെങ്കിൽ നമുക്ക് കുറച്ച് സ്പേസ് ഒക്കെ വേണം. അപ്പോൾ കമ്പി ഇട്ട് നമ്മളിത് സെറ്റ് ചെയ്തെടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും അതുപോലെ നമ്മൾ ഈ സിമെൻറ്റും ക്ലേയും കൂടെ കൂട്ടി മിക്സ് ചെയ്ത അത് നമ്മളിതിൻ്റെ ഉള്ളിലും നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ തേച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ റിങ്ങിൻ്റെ മുകളിലേക്കും കമ്പി നമ്മൾ ക്രോസ് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് വേസ്റ്റൊക്കെ ഇടുമ്പോൾ അതിനുള്ളിൽ കൂടെ താഴോട്ട് വീണ് പോകാതിരിക്കാൻ മാത്രം അത്രയും അകലത്തിലിടരുത്. അപ്പോൾ കുറച്ച് അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ വേസ്റ്റൊക്കെ ഇടുന്ന താഴേക്ക് വീണ് പോകത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ആ കമ്പിയും കൂടെ വെച്ചിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് അടുത്ത റിങ്ങും കൂടെ സെറ്റ് ചെയ്യുവാണ്. പിന്നെ നല്ല രീതിയിലൊന്ന് ഉറപ്പിച്ച് കറക്റ്റ് ലെവലാണെന്നൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും അതിൻ്റെ ഉൾഭാഗം കൂടെ ക്ലേയും സിമെൻറ്റും കൂടെ നമ്മളൊന്ന് തേച്ച് ഒന്ന് ലെവലാക്കി എടുക്കുന്നു.
അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം, മേൽക്കൂര എന്ന് പറയുന്ന മുകൾ ഭാഗം നമ്മൾ ചെയ്യുന്നത് ഓട് ഉപയോഗിച്ചാണ്. ഓട് അതുപോലെ ഇങ്ങനെ കുത്തി ചാരി വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഈ സിമെൻറ്റും ക്ലേയും കൂടെ നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു വാതിലായിട്ട് നമുക്ക് വേസ്റ്റൊക്കെ ഇടാനായിട്ട് നമുക്കൊരു ഭാഗം വേണമല്ലോ. അപ്പോൾ അത് നമ്മൾ ചെയ്തിരിക്കുന്നത് കാസ്റ്റേണിൻ്റെ ഒരു പ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ വാതിലായിട്ട് നമുക്ക് തുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ വാതിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കാണുന്നതാണിത്. അപ്പോൾ ഇത് നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മളിത് വളരെ ചെറുതായിട്ടാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ചെറുതാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ചിലവ്, ഇപ്പോൾ ഇത് നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ടുള്ള ചിലവ്, അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ നമുക്ക് എല്ലാ ചിലവും കൂടെ കൂട്ടി നമുക്കിത് 10,000 രൂപയാണ് ആയിട്ടുള്ളത്. പണിക്കാർക്ക് കൊടുക്കേണ്ട കൂലിയും അതുപോലെ തന്നെ സിമെൻറ്റ്, പൈപ്പ്, അങ്ങനെ കമ്പി എല്ലാത്തിൻ്റെയും കൂടെ മൊത്തത്തിൽ വെച്ച് നമുക്ക് 10,000 രൂപയാണ് ഇതിന് ചിലവായിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ഇതിനുള്ളിൽ തീ കത്തിക്കോളും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ നനഞ്ഞ വേസ്റ്റൊക്കെ മുകളിലേക്ക് ഇടുന്നത് കൊണ്ട് തന്നെ അടിയിൽ ആദ്യം ഉണങ്ങിയ വേസ്റ്റെല്ലാം കത്തുന്നതനുസരിച്ച് മുകളിലത്തെ ആ നനഞ്ഞ വേസ്റ്റും ഒക്കെ നന്നായിട്ട് ഉണങ്ങി വരും. അപ്പോൾ അത് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് മൊത്തം കത്തിപ്പൊക്കോളും. പിന്നെ നമുക്കതിന് ശേഷം അത് അടച്ചു വെച്ചിട്ട് നമുക്ക് പോകാം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതൊരു വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിൽ പോലും അപ്പം നമുക്ക് വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ വേസ്റ്റ് നമ്മൾ എവിടെയോ നിക്ഷേപിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാകും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നമ്മൾ ഇതിന് ഫോൺ നമ്പർ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റുന്നതായിരിക്കും.